പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇന്ന് പറയാൻ പോകുന്ന ഭാഗം സൂത ശൗനക സംവാദത്തിലെ മറ്റൊരു തുടർച്ചാഭാഗമാണ്. 5 ചോദ്യങ്ങൾ ശൗനകാദികൾ സൂതനോട് ചോദിച്ചു. അതിലത്തെ ഒരു ചോദ്യം ആണ് അവതാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യം. ഭഗവാന്റെ അവതാരങ്ങൾ 22 സൂതൻ പറഞ്ഞു കൊടുക്കുന്നത്. മറ്റു പുരാണങ്ങളിൽ ദശാവതാരമുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവതത്തിൽ ദശാവതാരം എന്ന ഒരു പ്രസ്താവമില്ല എന്നും 22 അവതാരങ്ങളെയാണ് പറഞ്ഞു കൊടുത്തത് എന്നും മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. ഈ 22 അവതാരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ഭാഗത്തിൽ പറയാൻ പോകുന്നത്. അതിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. യാതൊന്നുമില്ല. രാത്രിയാവട്ടെ പകലാവട്ടെ സുഖമാവട്ടെ ദുഃഖമാവട്ടെ ദ്വന്ദ്ങ്ങളോ ദ്വൈതങ്ങളോ ഭൂമിയോ വെള്ളമോ ആകാശമോ ഇല്ലാത്ത ഒരു കാലം. അങ്ങനെ കാലത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ ഇല്ല, പിന്നെ എങ്ങനെ സങ്കല്പിക്കാൻ? നമ്മൾ പോലും ഇല്ലാത്ത, ഈ പറഞ്ഞതൊന്നും ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറയണം. ലോകം എന്ന് പറയാൻ ലോകവും ഇല്ല. അവസ്ഥ എങ്ങനെ നിങ്ങൾ സങ്കല്പിക്കും? പക്ഷേ സത്യമാണ്, അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം ഭഗവാന് തോന്നി ചില സൃഷ്ടികളെ, ചില ലീലകളെ, ചില അനക്കങ്ങൾ, ഇതൊക്കെ ഇല്ലാതെ എന്താ ഒരു രസം? നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഇറങ്ങി വരിക വിചാരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒന്ന് TV ഓൺ ചെയ്തൊക്കെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. അതുപോലെ ഭഗവാൻ ഒരു ലീല തോന്നി, എന്തെങ്കിലുമൊക്കെ ചലനം ഉണ്ടാവട്ടെ. ഇപ്പം ജഗൃഹേ പൗരുഷൻ രൂപം ഭഗവാൻ മഗധാധിപി സംഭൂതം ഷോഡശകലം ആദോ ലോകസിതിക്ഷയ, ലോകത്തെ ഒന്ന് സൃഷ്ടിച്ചാലോ എന്നൊരു തോന്നൽ. ഭഗവാന് നേരിട്ട് അതിലിടപെടാൻ വയ്യ. അപ്പോൾ ഒരു ഏജൻറ്റിനെ വെച്ചു, ഒരു കോൺട്രാക്ടറെ. അതാണ് ആര്യ ബ്രഹ്മാവ്. സൃഷ്ടിയുടെ ഏജൻ്റാണ് ബ്രഹ്മാവ്, അല്ലെങ്കിൽ കർത്താവ്. ഭഗവാൻ നിയോഗിച്ച ആളെന്ന് പറയാം. അപ്പോൾ അതിന് ലോകത്തെ സൃഷ്ടിക്കാൻ ഭഗവാൻ ആദ്യമായിട്ട് കൈക്കൊണ്ട അവതാരമാണ് പുരുഷാവതാരം. ജഗൃഹേ പൗരുഷൻ രൂപം. നമ്മൾ കേട്ടിട്ടില്ലേ ഈ ദശാവതാരമൊക്കെ പറയണ? സാധാരണ കേട്ടിട്ടുണ്ടോ പുരുഷാവതാരം എന്ന്? കേൾക്കാൻ അധികം വഴിയില്ലാത്തൊരു അവതാരം. എന്നാൽ ഭാഗവതം പറയണു ആദ്യത്തെ അവതാരം പുരുഷാവതാരമാണ്. 22 അവതാരേ, 10 അല്ല. അങ്ങനെയാണെങ്കിൽ വരാഹാണ് പതിയ. പുരുഷാവതാരത്തിൻ്റെ പ്രത്യേകത എന്താ? അനക്കമില്ലാത്ത അവസ്ഥയിൽ അനക്കം ഉണ്ടാക്കണം, ലോകം സൃഷ്ടിക്കണം. എന്നിട്ടേ ലോകം തന്നെ ഉള്ളൂ, അതുവരെ ലോകമില്ല. അനവധി കാലുകൾ, അനവധി കൈകൾ, അനവധി കണ്ണുകൾ, അനവധി അവയവങ്ങൾ. സഹസ്രമൗല്യ അംബരകുണ്ടലോല്ലസത്ത് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷസഹസ്രഭാത് എന്ന് പുരുഷസൂക്തത്തിൽ പറയുന്ന ഒരു രൂപം. അതാണ് അത്രേ ഭഗവാന്റെ ആദ്യത്തെ അവതാരം. ഇതന്നെ നമുക്കൊരു പുതിയ അറിവാണ്. ഇങ്ങനെ ഒരു അവതാരം ഉണ്ടോ? എന്നാൽ അത് സത്യമാണ്. ഭാഗവത ആദ്യത്തെ അവതാരം അതാണ്. 2ാമത്തെ അവതാരമായിട്ടാണ് വരാഹ അവതാരം പറയുന്നത്. അതെന്തിനാണെന്ന് നമുക്കറിയാം. ഹിരണ്യാക്ഷൻ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുള്ള ഭൂമിയെ ഉദ്ധരിക്കാനാണ് ഭഗവാൻ വരാഹ സ്വരൂപം സ്വീകരിച്ചത്. അത്രേ പറഞ്ഞുള്ളൂ. ഇനി അതിൻ്റെ കഥകളൊക്കെ ഇനി വേറൊരു ഭാഗത്താണ് വിസ്തരിച്ച് പറയുക. 3ാമതാണ് ഭഗവാൻ നാരദൻ ആയിട്ട് അവതരിച്ചത്. നാരദൻ ഭഗവാന്റെ ഒരംശാവതാരമാണ്. 4ാമത് ഭഗവാന്റെ നരനാരായണ അവതാരം. ഒക്കെ വേറൊരുത്തിയിലാണ് കഥ വിസ്തരിച്ചിട്ട് പറയുക. ഓരോരോ സംവാദത്തിൽ കൂടിയിട്ട് കഥ പറയണു. ഇവിടെ ഉദ്ദേശം മാത്രമേ പറയുള്ളൂ. ശരിക്കും വരച്ചാൽ സഹസ്ര കവചനെ വധിക്കാനാണ് നരനാരായണ അവതാരം. 5ാമത്തെ അവതാരമാണ് കപിലാവതാരം. ദേവഹൂതിക്ക്
ഉപദേശം കൊടുത്തു സാഖ്യയോഗം ലോകത്തിൽ സ്ഥാപിക്കാനായിക്കൊണ്ട്. ആറാമത് ദത്താത്രേയാവതാരം. പലരും നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. വടക്കോട്ടൊക്കെ ഈ ദത്താത്രേയ ഉപാസന വളരെ പ്രധാനമാണ്. അത് സന്യാസത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ളൊരു മാർഗം ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഭഗവാൻ എടുത്തത്. ഇത്രേ പറയുള്ളൂ, ബാക്കിയൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഏഴാമത് ഭഗവാൻ ഋജി പ്രജാപതിയിലും ആകൂതിയിലും യജ്ഞാവതാരം കൈക്കൊണ്ടു. ദക്ഷിണാദേവി യജ്ഞൻ എന്നീ ഭാവത്തിൽ ദമ്പതി സമേതമുള്ള അവതാരം. കഥയൊക്കെ പിന്നൊരിക്കലാണ് പറയുന്നത്. എട്ടാമത്തെയാണ് ഭഗവാന്റെ ഋഷഭാവതാരം. അത് നാഭി രാജാവിൻ്റെ പുത്രനായിട്ട് പാരമഹംസചര്യ, അത് അവധൂതചര്യ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ്. ഒമ്പതാമത് ഭഗവാന്റെ പൃഥു എന്ന അവതാരം. രാജഭരണം എങ്ങനെ വേണം. പത്താമതാണ് മത്സ്യാവതാരം, നഷ്ടപ്പെട്ട വേദങ്ങളെ വീണ്ടെടുക്കാനായിക്കൊണ്ട്. 11ാമതാണ് കൂർമാവതാരം, മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കാനായിക്കൊണ്ട്. പാലാഴിവദനം കഥയൊക്കെ ഇനി പിന്നീടാണ് പറയുക, വളരെ കഴിഞ്ഞിട്ടാണ് വിസ്തരിച്ച് പറയുക. ഇവിടെ അത്രമാത്രം പറഞ്ഞു പോവുകയാണ്. ഒന്ന് ചുരുക്കി പറയുക നട്ട്ഷെല്ലായിട്ട്, പിന്നെ വിസ്തരിക്കുക. അങ്ങനെയാണ് പുരാണ സമ്പ്രദായം. 12ാമത് ധന്വന്തരിയായിട്ടുള്ള അവതാരം, രോഗശമനത്തിന് ആയുർവേദത്തിൻ്റെ അധിഷ്ഠാന ദേവത അമൃതം കയ്യിൽ വഹിച്ചുകൊണ്ട് പാലാഴിയിൽ നിന്ന് പൊന്തിയത് മാത്രം ഇപ്പോൾ അനുസ്മരിക്കുന്നു. 13ാമത് മോഹിനിയായിട്ടുള്ള അവതാരം. അസുരന്മാരെ അമൃതം അപഹരിച്ചപ്പോൾ ദേവന്മാർക്ക് അത് തിരിച്ചു പിടിച്ച് കൊണ്ടേ കൊടുക്കാനായി സ്വീകരിച്ച അവതാരമാണ് മോഹിനിയായിട്ടുള്ള അവതാരം. കഥയൊന്നും പറയണില്ല. 14ാമത്തെ നരസിംഹാവതാരം. 10 അധ്യായങ്ങളിലാണ് നരസിംഹാവതാരം പറയണം കേട്ടോ. സപ്തമസ്കന്ധത്തിൽ 10 അധ്യായം എടുത്തിട്ടുണ്ട്. ഇവിടെ അതൊരൊറ്റ വാക്കിൽ പറഞ്ഞു. പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനും ഹിരണ്യകശിപുവിനെ കീറാനും എന്നാണ്. കടകൃത് യഥ, ഒരു പുല്ല് പായ നെയ്യുന്ന ആൾ നഖം കൊണ്ട് കീറണ പോലെ ഹിരണ്യകശിപുവിനെ കീറിക്കൊന്നു എന്ന് മാത്രം. അതിനായിക്കൊണ്ട് നരസിംഹാവതാരം കഴിഞ്ഞു. 15ാമത് വാമനാവതാരം. ദേവന്മാർക്ക് നഷ്ടപ്പെട്ട സ്വർഗത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അതിഥി ദേവമാതാവ് അപേക്ഷിച്ചപ്പോൾ സ്വീകരിച്ച അവതാരമാണ് വാമനാവതാരം. 3 അടി മണ്ണിൻ്റെ കാര്യവും കഥയൊക്കെ പിന്നെയാണ് പറയുന്നത്. 16ാമതാണ് പരശുരാമാവതാരം. എന്തിനാത്? ക്ഷത്രിയ നിഗ്രഹത്തിനായിക്കൊണ്ട്. 17ാമത് വ്യാസാവതാരം. എന്തിനാ നമുക്കറിയാം, വേദത്തെ വിഭജിക്കാനായിക്കൊണ്ട് ലോകത്തിൽ സ്ഥാപിക്കാൻ. 18ാമതാണ് രാമാവതാരം, ശ്രീരാമാവതാരം. 19ാമത് ബലരാമാവതാരം. 20ാമത് ശ്രീകൃഷ്ണാവതാരം. ഒക്കെ പേരേ പറയുള്ളൂ, കഥ പിന്നീടാണ് വരിക. 21ാമത്തെ ബുദ്ധനായിട്ടുള്ള അവതാരം. ബുദ്ധാവതാരത്തെക്കുറിച്ച് പല തർക്കങ്ങളുണ്ട്. ശുദ്ധോധന മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ബുദ്ധനാണ് എന്നും അങ്ങനെയല്ല. അജനസുത കീകടേഷു ഭവിഷ്യതി എന്നാണ്. അജനൻ എന്ന രാജാവിൻ്റെ പുത്രനായി ത്രിപുരവധത്തിന് വേണ്ടി ഭഗവാൻ സ്വീകരിച്ച അവതാരമാണ്. കഥയൊന്നും ഇവിടെ വിസ്തരിക്കുന്നില്ല. ബുദ്ധാവതാരം. വേറെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിലുണ്ട്. ശുദ്ധോധനൻ്റെ ആണ് എന്നൊരു അഭിപ്രായമുണ്ട്, അല്ല എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ശുദ്ധോധനൻ്റെ അല്ല. കാരണം കാലഘട്ടം നോക്കുമ്പോൾ ഭാഗവതം ഒരുപാട് മുമ്പെയാണ് ബുദ്ധാവതാരം ഉണ്ടായിരിക്കുന്നത്. ശുദ്ധോധനൻ്റെ പുത്രനായിട്ടുള്ള ബുദ്ധനല്ല. ഇവിടെ പറയണം അജനസുത. അജന എന്നൊരു സാങ്കല്പിക പേരാവാം. ബുദ്ധനായിട്ടുള്ള അവതാരം. 22ാമത് കൽക്കിയായി അവതരിക്കും. ഫ്യൂച്ചർ ടെൻസാണ്, അവതരിച്ചിട്ടില്ല, കൽക്കി ആയിട്ടില്ല എന്നാണ്. ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഒരേ ഒരു അവതാരമാണ് കൽക്കി. ബാക്കിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അത് അധർമ്മങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് തൻ്റെ ഉള്ളിലേക്ക് സംഹരിക്കാനുള്ള കുതിരപ്പുറത്ത് കയറി വാള് കയ്യിൽ പിടിച്ചിട്ടുള്ള അവതാരം. ഇതാണ് ഭഗവാന്റെ 22 അവതാരങ്ങൾ എന്ന് ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയണം, സവാ ഇതം വിശ്വമമോഘലീല ത്രിജത്യവത്തത്തിന സജ്ജതയസ്മിൻ ഭൂതേഷു ചാന്തരഗിത ആത്മതന്ത്രം ജിക്കതിഷഡ്ഗുണേശ. ഇതൊക്കെ അമോഘ ലീലകളാണ്. ഭഗവാന്റെ ഈ വക ലീലകളൊക്കെ കേൾക്കുമ്പോൾ കേവലം കഥകളായിട്ടോ അത്ര നിസ്സാരമായിട്ടൊക്കെ നമുക്ക് തോന്നാമെങ്കിലും വളരെ ഗഹനങ്ങളാണ്, അമോഘമായിട്ടുള്ള ലീലകളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാഹാത്മ്യമുള്ളതാണ്. എന്താ അങ്ങനെ പറയാൻ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് മാത്രം അറിയേണ്ടതാണ്. അതന്നെ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചിട്ട് നിരന്തരം കീർത്തിക്കുന്ന ഭാഗ്യവാന്മാർ അത് നിർത്തില്ല. പിന്നെയും പറയണം, പിന്നെയും പറയേണ്ട. ഒരു സപ്താഹം കഴിഞ്ഞ് അടുത്ത സപ്താഹം, ആ സപ്താഹം കഴിഞ്ഞ് അടുത്ത സപ്താഹം. ഇതിനുണ്ടോ മതി വരണു? എത്ര കീർത്തിച്ചാലും മതി വരില്ല. അറിയാത്തൊരു വിചാരിക്കും ഒരു പ്രാവശ്യം പറഞ്ഞ കഥ എന്താ രണ്ടാമത് പറയാനുള്ളത്.
അവർക്കറിയില്ല അതിൻ്റെ മാഹാത്മ്യം. അതാണ് അമോഘലീല. ചിന്തിച്ചെത്താൻ പറ്റില്ല, അനുഭവിച്ച് അറിയാൻ പറ്റും. പിന്നെയും പിന്നെയും പറയുമ്പോൾ ഇത്ര സുഖം ആത്മാവിന് മനസ്സിന് വേറൊന്നുമില്ല. അതാണ് അമോഘമായിട്ടുള്ള ലീലകൾ. ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്ന ഭഗവാന്റെ ലീലകളാണ്. ഓർക്കണം, ഏതെങ്കിലും ഒരാളുടെ കേവലം ലീലാവിലാസങ്ങളല്ല. പറയണം, നാമാനി രൂപാണി മനോപചോപി സന്തന്നതോ നടചര്യാമിവാജ്ഞ. ഒരു നാടകക്കാരൻ വേഷം കെട്ടി നാടകം കഴിയുന്ന സമയത്ത് അത് അഴിച്ചു വെക്കുന്നത് പോലെ വളരെ ലഘുവായിട്ട് ഭഗവാൻ ഇത്രയും വേഷോ ഇത്രയും രൂപം എടുത്ത് ലോകസൃഷ്ടി, ലോകത്തെ സൃഷ്ടിക്കുക, ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത് നടത്തി കാര്യം കഴിഞ്ഞപ്പോൾ അത് വേഷം മാറ്റുകയും ചെയ്തു എന്ന് പറയുകയാണ്. എന്തിനാണ്? യോ അമായയാസന്തതയാനുവൃത്യ ഭജേത തത്പാദസരോജഗന്ധം. ഏതെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് ഭഗവാനെ ഭജിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എവിടേക്കും പോകണ്ട, ഒരു മാർഗത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട, ഈ അവതാര ലീലകളെ പറ്റി കീർത്തിച്ചാൽ മതി. ചെറിയൊരു സംഗതി അല്ല എന്നർത്ഥം. ഏതൊരാൾ ഇത് തന്നെ പരമഭാഗ്യമായി വിചാരിച്ച് ഈ അവതാരങ്ങളെ സദാ ആസ്വദിച്ചുകൊണ്ട് കീർത്തിക്കുന്നുവോ ഒരിക്കലും മതി വരാത്ത വീണ്ടും വീണ്ടും പുതിയതാകുന്നു ഭഗവാന്റെ കഥ. തദൈവ രമ്യൻ രുചിരം നവം നവം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അതിൻ്റെ പുതുമ കൂടും. നമ്മുടെ കഥകളോ ഓരോ പ്രാവശ്യം പറയുമ്പോഴും മടുക്കും അല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? അത് എത്ര പ്രാവശ്യമായി പറയണു, ആര് കേൾക്കാനായി പറയണ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. നമ്മുടെ കഥയുടെ കാര്യം. പക്ഷേ ഭഗവാന്റെയോ ഇനിയും പറയൂ, ഇനിയും പറയൂ, കഥയമമ കഥയമമ, കഥകൾ അതിസാഗരം. കേട്ടിട്ട് മതിയാവണില്ല, ഇനിയും പറയണം, ഇനിയും പറയണം, ഇതിനല്ലേ ചെവി, ഇതിനല്ലേ ജീവിതം എന്ന് തോന്നുമാറുള്ള കഥയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. ഭജേത തത്പാദസരോജഗന്ധം. ആ പാദാരവിന്ദത്തിൻ്റെ സൗരഭം ആസ്വദിച്ച് അതുമായിട്ട് ഒന്നായിത്തീരണം എന്ന് വിചാരിക്കുന്നവർ വേറെ മാർഗമൊന്നും ചിന്തിച്ച് തലമുണ്ണാക്കണ്ട. ഈ അവതാരങ്ങൾ ഇങ്ങനെ കേൾക്കുക. പറയാണ്, അതേകധന്യാഭവന്തയിത്തം യദ്വാസുദേവേ കില ലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രാം. ഈ ഫലം പറയാണ്. ഈ അവതാരങ്ങളൊക്കെ കേട്ടാണ്ടല്ലോ എത്രയോ ജന്മങ്ങൾ തപസ് ചെയ്ത് എത്തിച്ചേരേണ്ട സ്ഥാനത്തേക്ക് എത്താട്ടുമാണ്. മോക്ഷമാർഗം എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല എന്നാണ് പറയുക. സ്വതവേ വളരെ മൂർച്ചയുള്ളൊരു കത്തിയുടെ മുകളിൽ കൂടെ കാല് മുറിയാണ്ട് നടക്കണമെങ്കിൽ എത്ര വിഷമമുണ്ട്, അത്ര ബുദ്ധിമുട്ടാണ്. അത്രേ പൊതുവേ ചുരകസ്യ എന്ന് പറയും ആ കത്തിയുടെ ധാര എന്ന്. എന്നാൽ അത്രയൊന്നും എത്താത്ത നമുക്ക് മോക്ഷം വേണമെന്ന് ആഗ്രഹം ഉണ്ടായാലോ? പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്കൊരു മാർഗമാണ് ഈ അവതാരങ്ങൾ. ആണ് നയത്ര ഭൂയ പരിവർത്ത ഉഗ്രമായിരിക്കുന്ന സംസാര ദുഃഖങ്ങൾ. എന്തൊക്കെ ദുഃഖങ്ങളുണ്ടല്ലേ ഒരു മനുഷ്യനായി തീർന്ന. ഭാഗവത് അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കുറേ ആത്മീയം മാത്രമല്ല, ഈ ലോകത്തിലുള്ളവരൊക്കെ ഒരുപാട് ദുഃഖങ്ങളുടെ ഒരു കൂട്ടം കൊണ്ടു നടക്കുന്നവരാണ്. എന്നാൽ അതിന് നിങ്ങൾ വിചാരിക്കുന്ന മാർഗങ്ങളൊക്കെ പരാജയമാണ് കേട്ടോ. ഇതൊക്കെ മാർഗങ്ങൾ നിങ്ങൾ അവലംബിച്ചാലും അതൊന്ന് കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഭഗവാന്റെ ഇത്യാദി അവതാരങ്ങളെ കീർത്തിക്കുക. നിങ്ങൾ തന്നെ കയറ്റപ്പെടും. നിങ്ങൾ പരിശ്രമിക്കുകയൊന്നും വേണ്ട, കയറൽ തന്നെ ഉണ്ടായിക്കോളും. അതല്ലേ നല്ലത്. അപ്പോൾ ആ കഥകൾ, ആ അവതാരങ്ങളെ കീർത്തിക്കുക. ഉഗ്രമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള രക്ഷാമാർഗമാണ് എന്ന് പറയുകയാണ്. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ഈ അവതാരങ്ങളെക്കുറിച്ച് കീർത്തിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ഭാഗവതം. അതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. അതാണോ? ഒന്നൊന്നും അല്ല കേട്ടോ. ഭാഗവതത്തിൻ്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ മണിക്കൂർ കണക്കിന് മഹാത്മ്യകഥയിൽ പറയുന്നു, അല്ലാതെ പറയുന്നു, മഹാത്മ്യകഥ അല്ലാണ്ട് പറയുന്നു. ഏറ്റവും ഭാഗവതത്തിൽ ഒടുവിലത്തെ അധ്യായം 13-ാമത്തെ ഭാഗവത മഹാത്മ്യം പറയുന്നുണ്ട്. നിന്നഗാനാമ്യതാ ശംഭു ക്ഷേത്രാണാം കാശി എന്നൊക്കെ പറഞ്ഞ ഏറ്റവും വലിയ നദി ഗംഗയ പോലെ, ഏറ്റവും നല്ല ക്ഷേത്രം കാശിയായ പോലെ, ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ ശിവനായ പോലെ, 4 ലക്ഷം ശ്ലോകങ്ങളിൽ വെച്ച് ഈ 18,000 ശ്ലോകത്തിന് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ മഹാത്മ്യം പല രീതിയിൽ നമുക്ക് പറയാം. പറഞ്ഞറിയിക്കാനോ അവസാനിപ്പിക്കാനോ പറ്റില്ല. പക്ഷേ ഒരു കാരണം, ഭാഗവതം വലുതാണെന്ന് പറയാനുള്ള ഒരു കാരണം ഈ അവതാരങ്ങളെക്കുറിച്ച് കീർത്തിക്കൊണ്ടാണെന്ന് വയ്ക്കൂ. എത്രയോ വശങ്ങളുണ്ട് മഹാത്മ്യം. മഹാത്മ്യം പറയുകയാണെങ്കിൽ അതിൻ്റെ മണിക്കൂർ കണക്കിന്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗവതത്തിന് ഈ മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവതാര കഥകൾ പറയുക തന്നെ
വേറൊന്നുകൊണ്ടല്ല അതിലെത്ര മഹത്വം കിട്ടിയത്. പ്രധാന കാര്യം ഈ അവതാരങ്ങളെക്കുറിച്ച് കീർത്തിക്കുന്നു. പ്രായോപവേശം ചെയ്തു പോയതായ പരീക്ഷത്തിന് ശുഗമഹർഷി മരണത്തിൽ നിന്ന് ആത്യന്തികമായിട്ട് മോചനം നൽകാൻ പറഞ്ഞു കൊടുത്ത കഥയാണ് ശ്രീമദ് ഭാഗവതം. മാത്രമല്ല, കലോ നഷ്ടദൃശാമേഷ, കണ്ണും ചെകിടും നഷ്ടപ്പെട്ട് പ്രപഞ്ചകാര്യത്തിന് വേണ്ടി ഓടുന്ന മനുഷ്യന് ഇതുമാത്രമാണ് അവലംബം. ഈ കലിയുഗത്തിൽ കരകയറ്റാനുള്ള ഒരൊറ്റ അവലംബം ഈ ഭാഗവതമാണ്. കൃഷ്ണേ സദാമോ ഭഗതേ ധർമ്മജ്ഞാനാദിഭിസഹ, തൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോയതായിട്ടുള്ള ഭഗവാൻ ഇനി ഇവിടെ ധർമ്മം ആരാണ് നോക്കുക? ഭഗവാനിലപ്പോൾ ഭഗവാൻ നോക്കുമല്ലോ. അതിനുശേഷം ധർമ്മം സ്ഥാപിക്കാനായിക്കൊണ്ട് ഇവിടെ സ്ഥാപിച്ചതാണ് ഈ ഭാഗവതം. സൂതൻ പറയണം, ഞാൻ ആ ശുഗൻ പറഞ്ഞു കൊടുത്ത് സദസ്സ് പോയിരുന്നത് കൊണ്ട് എനിക്കത് കേൾക്കാൻ സാധിച്ചു. ശുഗന് അച്ഛനായിരിക്കുന്ന വ്യാസൻ പറഞ്ഞു കൊടുത്തു. ആ ശുഗൻ മറ്റുള്ള കുറേ ശ്രോതാക്കളെ, പരീക്ഷിത്ത് മാത്രമല്ലല്ലോ, പറഞ്ഞു കൊടുക്കണ കൂട്ടത്തിൽ ഞാൻ പോയിരുന്ന് കേട്ടു. അത് ഞാൻ പഠിച്ച വിധം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം അവതാരങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ടും പിന്നീട് അതിൻ്റെ പ്രാധാന്യവും ഭാഗവതവും അതിൻ്റെ പ്രാധാന്യവും ഭാഗവതത്തിൻ്റെ പ്രാധാന്യവും എല്ലാം പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നത്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.